കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനടന്മാരിൽ ഒരാളാണ്. ഇങ്ങനെ സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാർഡം ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാലേ അങ്ങനെ ചെയ്യുന്നൊരു നടൻ വേറെയില്ല. അതായത് അദ്ദേഹത്തിൻ്റെ സിനിമ വന്നിട്ട് കുറേ കാലം എല്ലാം ഇപ്പോഴും ഓരോ സിനിമയൊക്കെ അനൗൺസ് ചെയ്യും, പക്ഷേ ഈ പറയുന്ന സിനിമ കാണാനില്ല. ഇപ്പോൾ കഴിഞ്ഞ ആക്ഷൻ ഹീറോ ബിജു വലിയ ഹിറ്റായ സിനിമയാണല്ലോ, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. 50 ദിവസം അഭിനയിച്ചിട്ട് നിർത്തി, സിനിമ പാതി വെച്ച് നിന്നു. രാജാവ് 3 ദിവസം അഭിനയിച്ചു നിന്നു. ബേബി ഗേൾ 2 ദിവസം അഭിനയിച്ചു നിന്നു. ഡോൾഫി ദിനേശൻ 10 ദിവസം അഭിനയിച്ചു നിന്നു. താരം എന്നോ മറ്റോ പേരുള്ളൊരു സിനിമ നോർത്ത് ഇന്ത്യയിൽ 3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് നിർത്തി. അപ്പോൾ ഈ സിനിമകളെല്ലാം പോയിട്ട് 2-3 ദിവസം അഭിനയിക്കുക, പിൻവാങ്ങുക എന്നത് ഇദ്ദേഹം ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന അഭിപ്രായം സിനിമാ മേഖലയിൽ പ്രൊഡ്യൂസർമാർക്കാകേണ്ട പല ആളുകൾക്കുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫനോട് ബുദ്ധിമുട്ടുള്ള പ്രൊഡ്യൂസർമാർ വേറെയുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് വന്ന് പറയുമ്പോൾ നിശബ്ദമായിട്ടാണെങ്കിലും നിവിൻ പോളിക്ക് ഈ ഒരു വിമർശനം ആവശ്യമാണെന്ന് വിചാരിക്കുന്ന വലിയൊരു നിര പ്രൊഡ്യൂസർമാരും ഇൻഡസ്ട്രിക്കകത്ത് മറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് യുവ സംവിധായകരടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പടവുമായിട്ട് വരിക. സ്റ്റാർഡുള്ള ആളാണല്ലോ, പക്ഷേ ഇദ്ദേഹം നേരെ മര്യാദക്ക് ഈ പടത്തിൽ അഭിനയിക്കുകയില്ല എന്ന നില സംജാതമായിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സാധാരണ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ 15 വർഷമായിട്ട് ഇവിടെയുണ്ട്. നമുക്കറിയില്ല കേട്ടോ, ഇത് പൂർണ്ണമായിട്ട് നമുക്കിതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നമുക്കറിയില്ല. നടൻ ദിലീപ് കൂടെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. ദിലീപിൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് ഇദ്ദേഹം. ആ ദിലീപിൻ്റെ പടത്തിൻ്റെ എന്തോ സംസാരത്തിലാണ് ഈ കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ലേയേഴ്സ് ഇതിനകത്ത് കിടക്കുന്നുണ്ടാകും. പക്ഷേ എന്നാലും ലിസ്റ്റിൻ സ്റ്റീഫൻ വളരെ ചെറുപ്രായത്തിൽ സിനിമാ നിർമ്മാതാവായിട്ട് വന്നയാളാണ്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും അറിയാമായിരിക്കും. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതുവരെ വന്നിട്ട് ഏതെങ്കിലും താരങ്ങളെ പറ്റിയിട്ട് വല്ല കുറ്റവും പറഞ്ഞോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും താരങ്ങൾ വന്ന് കുറ്റം പറഞ്ഞിട്ടില്ല. ഇതും പേരൊന്നും പറയാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു താരത്തിനെതിരെ അടിച്ചാലും ആളുകൾ കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവും സംഗതി എന്ന ധൈര്യം വന്നപ്പോഴായിരിക്കും ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഉള്ള ഒരു താരമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ മലയാള സിനിമയിലുള്ളൂ. സിനിമകൾ കമ്മിറ്റ് ചെയ്യുക, സിനിമകൾ അഭിനയിക്കാൻ വേണ്ടി വരിക, പക്ഷേ സിനിമ 2-3 ദിവസം ഷൂട്ട് ചെയ്തിട്ട് അടുത്ത പടത്തിലേക്ക് പോവുക എന്ന കാര്യം ചെയ്യുന്ന ഒരു നടനേ ഉള്ളൂ. അത് ഇങ്ങനെ ഈ നിലയ്ക്ക് ഇപ്പോൾ സ്റ്റാർഡം എന്നൊക്കെ പറഞ്ഞാൽ നായകത്വം എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് വരുന്നതാണോ സിനിമയിൽ? എത്ര കഷ്ടപ്പെട്ട ഒരാൾ അവിടെ എത്തുന്നത് അല്ലേ? എത്രമാത്രം പിന്നീടും കഷ്ടപ്പെടണം. എന്നിട്ടും ഇത്ര നല്ല സ്റ്റാർഡം കയ്യിൽ കിട്ടിയിട്ട് പോലും ഞാൻ നേരത്തെ പറഞ്ഞത് അത് ധൂർത്തടിച്ച് കളയുക എന്നതാണ് എന്ന് തോന്നുന്നു. 7 കൊല്ലം മുമ്പ് അനൗൺസ് ചെയ്ത സിനിമ പോലും പൂർത്തിയാക്കുന്നില്ല എന്ന ആക്ഷേപമാണ്. എന്നാൽ 1 മാസം 3 പടം വീതമൊക്കെ അനൗൺസ് ചെയ്യേണ്ട ഇപ്പോഴും എന്നൊക്കെ ആളുകൾ പറയുന്നു. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം ഹർഷ. അതായത് ഇതൊക്കെ കാണുമ്പോഴാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രമാത്രം പ്രൊഫഷണൽസ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.